അമ്മയെ കൂട്ടിക്കൊണ്ടോന്ന് കരുതിയാ ഞാനിപ്പോ വന്നത്. ഞാൻ വരുന്നില്ല. വാശി തീർക്കാൻ വേണ്ടി ഗ്ലോറിയോ പ്രകാശോ അവിടെ വരും. പിന്നെ അവിടെയുള്ളവരുടെ മുന്നില് മകനെ നിയന്ത്രിക്കാനോ മരുമകളെ പിടിച്ചു മാറ്റാനോ എന്നറിയാതെ നിൽക്കേണ്ടി വരും ഞാൻ. അങ്ങനൊന്നും ഉണ്ടാവില്ല. അവിടെ ഉണ്ടാവണമെന്ന് സോഫി ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരാളാ അമ്മ. മോൻ നിർബന്ധിക്കണ്ട, ഞാൻ പിന്നെ വന്ന് കണ്ടോളാം. അവരോട് പറഞ്ഞാ മതി ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ അമ്പലത്തിലേക്ക് ഇറങ്ങുകയാണെന്ന്. മോൻ പൊയ്ക്കോ. ശരി അമ്മേ. ആദർശ്, ഞാനുണ്ട്. പോവാ. എങ്ങോട്ട്? യമുന അസോസിയേറ്റ്സിലേക്ക്. ഇന്നലെ ഉദ്ഘാടനം. എന്റെ ഭർത്താവ് മാനേജറായി ജോലി ചെയ്യുന്ന സ്ഥലത്ത് ഉദ്ഘാടനത്തിന് ഞാനും കൂടെ വരണ്ടേ? വേണ്ട. അതെന്താ? തന്നെ അവിടെ കൊണ്ടുപോകുന്നത് എനിക്കിഷ്ടമല്ല, അത്ര തന്നെ. അതെ, ഞാൻ എന്റെ ഒരു ജോലിക്കാര്യത്തിന് ഇറങ്ങിയതാ. എന്നെ ഒന്ന് സിറ്റിയിൽ ഡ്രോപ്പ് ചെയ്യോ? മോൻ പൊയ്ക്കോ. എവിടേക്കെങ്കിലും അവനൊന്ന് സ്വൈര്യമായിട്ട് ഇറങ്ങിക്കോട്ടെ എന്ന് കരുതിക്കൂടെ നിനക്ക്? എന്തൊക്കെയാ അമ്മയെ ശ്രദ്ധിക്കുന്നേ? ഞാൻ കൂടെ ഇറങ്ങിയ അപശകുനാവുമല്ലോ. ശകുനവും പ്രാർത്ഥനയൊക്കെ നന്നായി കണ്ടാ മതി. ഞാനും പ്രാർത്ഥിക്കുന്നുണ്ട്. ഉദ്ഘാടനമെങ്കിലും നടന്ന ഭാഗ്യം. ഈശ്വര, പരീക്ഷണങ്ങൾ ഒരുപാട് അനുഭവിച്ചതാ എന്റെ സോഫിമോള്. എന്ത് മുജന്മ പാപത്തിന്റെ പേരിലായാലും ഇനി ആ പാവത്തിനെ ശിക്ഷിക്കരുത്. എന്റെ മോൾക്ക് നല്ലത് വരുത്തണേ എന്റെ ഈശ്വര. ഭഗവാനെ. ഒരു ശത്രുസംഹാരം, ഒരു വിജയസൂക്തം. സോഫിയ, തിരുവാതിര നക്ഷത്രം. ഓ, തിരുമേനി പൂജ കഴിച്ച് ഫലം എന്താണെന്ന് പറയണം. ആയിക്കോട്ടെ. വിജയത്തിനു വേണ്ടി വേറെ എന്തൊക്കെയാ ചെയ്യേണ്ടതെന്ന് വെച്ചാ? ശുദ്ധമായ കർമ്മം, നേരായ ഭക്തി, അത് തന്നെയാ വേണ്ട. വ്രതങ്ങളോ ഉപവാസമോ ഇങ്ങനെ? കാത്തു നിന്നോളൂ, ഒക്കെ വിശദമായി തന്നെ പറഞ്ഞുതരാം. അമ്പലത്തിൽ വരുന്ന പതിവില്ലല്ലോ നിനക്ക്. എന്തു പറ്റി? ഒന്നുമില്ല, ഒന്ന് പ്രാർത്ഥിക്കണമെന്ന് തോന്നി. അത്രയ്ക്ക് മനസ്സമാധാനം ഇല്ലാണ്ടായോ? അതോ വിജയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചേ മതിയാവൂന്ന് ഭാര്യ നിർബന്ധിച്ചോ? അമ്മയ്ക്ക് എന്നെ ശാസിക്കാൻ പറ്റിയ സ്ഥലമല്ല. പോട്ടെ അമ്മേ. നിന്നെ വ്രതങ്ങൾ എന്താ പറഞ്ഞ തിരുമേനി? സോഫിയുടെ വിജയത്തിന് അമ്മ കേട്ടു. അറിയുന്ന ഒരാള് ഒരു നല്ല സംരംഭം തുടങ്ങുമ്പോ ഒരു പ്രാർത്ഥനയെങ്കിലും അത് നല്ലതല്ലേ അമ്മേ? നീ അറിയുന്ന ഒരുപാട് പേര് ഒരുപാട് കാര്യങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. അന്നൊന്നും പ്രാർത്ഥിച്ചിട്ടില്ല. എന്നും പ്രാർത്ഥിച്ചിട്ടുണ്ട്, എന്നും ഒരാൾക്ക് വേണ്ടി. ദൈവങ്ങളാണോ സോഫിയെ ചതിച്ചത്? അല്ല, ഞാനാ. എനിക്കിപ്പോ അഭിമാനമുണ്ട്. അങ്ങനൊരു അവസ്ഥയാ അയാളെ വളർത്തിയത്. ഒരുപക്ഷെ ആ വിവാഹം നടന്നിരുന്നെങ്കിൽ ഇപ്പൊ ദാരിദ്ര്യത്തിന്റെ പറ്റുപുസ്തകം മറിച്ചു നോക്കിയായിരിക്കും ഞാനും അയാളും. പകരം സോഫി വലിയ കണക്കുകൾ കൂട്ടാനും കിഴിക്കാനും തുടങ്ങി. അത് നല്ലതല്ലേ അമ്മേ? നീ ചെയ്തത് ശരിയായിരുന്നോ? ആണ്, എന്റെ മനസ്സിൽ. ഞാൻ എന്റെ ജന്മം പണയം കൊടുത്തതാ, എനിക്ക് ജീവിക്കാനല്ല, ഇത്രയും കാലം എന്നെ ജീവിപ്പിച്ചവരെ രക്ഷിക്കാൻ.
അത് പെട്ടെന്ന് അമ്മയ്ക്ക് മനസ്സിലാവില്ല. എല്ലാത്തിനും കൂടി ഒരു ഉത്തരം എനിക്ക് കിട്ടുന്നില്ല. പക്ഷേ അമ്മയും നിന്നെ മനസ്സിലാക്കാതെ പോയോടാ. അമ്മ ഇപ്പൊ ഇവിടെ വെച്ച് എന്നെ കാണണ്ടായിരുന്നു. പേടി എനിക്കാണ്, എന്റെ ലക്ഷ്യങ്ങളെ ഓർത്ത്. പോട്ടെ അമ്മേ, ഗ്ലോറി വെയിറ്റ് ചെയ്യുന്നുണ്ടാവും. അതൊക്കെ ആദർശനോട് ചോദിച്ചു ചെയ്താ മതി. എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ. ഓക്കെ, താങ്ക്സ്. ഇന്ന് നല്ല മാറ്റം ചേച്ചിക്ക്. എന്ത് മാറ്റം? ഒരു ഗൗരവം. ഓഫീസ് ഉദ്ഘാടനം ചെയ്യുന്നതിന്റെ ആയിരിക്കും. ഉദ്ഘാടനം എന്റെ മുഖത്താണോ? ഗൗരവം ഇല്ലാന്നൊന്നും പറയണ്ട. ചില നേരത്തെ എനിക്ക് തന്നെ പേടിയാ ഇരിക്കുന്ന ഇരിപ്പ് കാണുമ്പോ. നന്നായി. എന്നെ പേടിക്കാനും ഒരാളിരിക്കട്ടെ. ചേച്ചി, അന്നാ വിവാഹ മണ്ഡപത്തിൽ തളർന്നിരിക്കുന്ന ചേച്ചി കണ്ടപ്പോ ഞാൻ ചിന്തിച്ചതാ, ഇനി അങ്ങനെയൊന്നും ഒരുങ്ങി എനിക്ക് ചേച്ചി കാണാൻ പറ്റില്ല. നല്ലൊരു കാര്യത്തിന് ഇറങ്ങുമ്പോ തന്നെ ഇതൊക്കെ പറയണം. അന്നാ വിവാഹം നടന്നിരുന്നെങ്കിൽ ഞാനൊരു പക്ഷെ നല്ലൊരു ഭാര്യയാവുമായിരുന്നു. പക്ഷേ ഈ ലോകത്തിന്റെ വലിപ്പം ചേച്ചി മനസ്സിലാക്കില്ലായിരുന്നു. ഈ ടെൻഷനും ഗൗരവവും ഒക്കെ ഒരു രസാടി. റെഡിയായില്ലേ മോളെ? എനിക്കിത്തിരി ഗൗരവം കൂടിയിട്ടുണ്ടെന്ന് പറയായിരുന്നു ഇവള്. ഞാൻ പറഞ്ഞ കാര്യമല്ല ആന്റി. പഴയ സോഫി ചേച്ചിയത് അല്ല, പഴയ സോഫി പോയി. ഇപ്പൊ എന്റെ മോൾക്ക് കരയാനറിയില്ല, കരയുന്നവരെ കര കയറ്റാനറിയാം. അമ്മയ്ക്ക് ഇഷ്ടായി ഗൗരവം. മലബാർ ഗോൾഡ് അവതരിപ്പിക്കുന്നു എന്റെ മാനസപുത്രി. ഇപ്പൊ എന്റെ മോൾക്ക് കരയാനറിയില്ല, കരയുന്നവരെ കര കയറ്റാനറിയാം. അമ്മയ്ക്ക് ഇഷ്ടായി ഗൗരവം. ആ അമ്മേ, അച്ഛൻ എപ്പോഴാ വരിക? ആ, രാവിലെ പെട്ടെന്നൊരു നിർബന്ധം. KRP സാറിനെ കൂട്ടാൻ അച്ഛന് തന്നെ പോണെന്ന്. എന്തായിരുന്നു ഇന്നലെ? ഒരുപാട് സ്വപ്നങ്ങളെ കുറിച്ച് അച്ഛൻ പറഞ്ഞു. ഒരുപാട് കാലത്തിന് ശേഷം എല്ലാം നീ നടത്തി കൊടുക്കുമെന്ന വിശ്വാസമുണ്ട് അച്ഛന്. നടക്കും അമ്മേ. ഇത്ര കഷ്ടപ്പെട്ടില്ലേ, അതിന്റെ ഫലം കാണാതിരിക്കും. നമ്മൾ ജയിക്കും. ഇന്നതിന്റെ തുടക്കം. മകളുടെ ഓഫീസ് ഉദ്ഘാടനത്തിന്റെ തിരക്കല്ലേ? അതിന്റെ ഇടയിൽ എന്താണാവോ പെട്ടെന്ന് എന്നെ കാണാനൊരു തോന്നൽ. നിന്നെ എനിക്ക് നന്നായി അറിയാം. ഇന്നലെ നീയും തോബിയാസും കൂടി ഒരുക്കിയ കെണിയിൽ നിന്ന് ഞങ്ങൾ രക്ഷപ്പെട്ടത് അത്ഭുതമാണ്. ഞാനോ തോബിയാസാണോ അത് ചെയ്തതെന്ന് നിങ്ങളോട് ആരെങ്കിലും പറഞ്ഞു? ആരും പറയണ്ട, അല്ലാതെ എനിക്കറിയാം. ഇന്നെന്താ നീ പ്ലാൻ ചെയ്തിരിക്കുന്നത്? പറ. നിങ്ങൾക്ക് പേടിയുണ്ടോ? ഉണ്ട്. ഇനിയൊരു തകർച്ച എന്റെ മോൾ താങ്ങില്ല. ഈ ഉദ്ഘാടനം ഒരു പ്രശ്നങ്ങളുമില്ലാതെ നടക്കണം. നടക്കില്ല. മോൾ എന്തിനാ ബിസിനസ്സുകാരി ആവുന്നതെന്ന് അറിയാലോ. എന്നെ തോൽപ്പിക്കാൻ നിങ്ങൾ പറ, ഞാൻ തോക്കണം. തോറ്റ പിന്നെ ഗ്ലോറിയുടെ വില എന്താ? അതും സോഫിയുടെ മുമ്പിൽ. എനിക്ക് ചെയ്യാൻ കഴിയുന്നതൊക്കെ ഞാൻ ചെയ്യും. അവസാന നിമിഷം ഒരു തോക്കെടുത്തോണ്ട് വന്ന് അവളെ വെടിവെച്ചിടാൻ തോന്നിയാലും അതും. ഞാൻ നിന്നോട് അപേക്ഷിക്കുക. വേണ്ട, അവൾ എന്നെ ജയിക്കാൻ ഞാൻ സമ്മതിക്കില്ല. വേണമെങ്കിൽ ഒരു കാര്യം ചെയ്യാം. മോളോട് പറ ഇതൊക്കെ അവസാനിപ്പിച്ച് ഗ്ലോറിയോട് സന്ധി ചെയ്യാൻ. അവൾ ബിസിനസ്സിൽ ഇറങ്ങിയില്ലെങ്കിൽ പിന്നെ ഞാൻ അവളെ ദ്രോഹിക്കില്ല. അതല്ലെങ്കിൽ നിങ്ങളെ ഞാൻ കൊന്നില്ല. ആ കരുണ ഞാൻ അവളോട് കാണിക്കില്ല. ഇന്ന് ഈ ഉദ്ഘാടനം മുടക്കാൻ എനിക്ക് നിങ്ങൾ മതി.
നിങ്ങളില്ലാതെ അവിടെ ഉദ്ഘാടനം നടക്കൂ. അച്ഛന് വേണ്ടി അവൾ തുടങ്ങുന്ന ബിസിനസ് അച്ഛനെ കൊണ്ട് തന്നെ മുടങ്ങണം. നിങ്ങൾ ആ ഉദ്ഘാടനത്തിൽ പങ്കെടുക്കുന്നില്ല. അങ്ങനെ അത് മുടക്കും ഞാൻ. എടീ, നിന്നെ ഒന്നും ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ഓൺ ടൈം. എവിടെ ദേവൻ? അവരിറങ്ങിയിട്ടില്ല. ചടങ്ങിന് സമയമുണ്ടല്ലോ. അല്ല, ഇന്നലെ എന്തോ ശത്രുക്കൾ ധാരാളം ഉണ്ടല്ലോ സർ. അവരുടെ ഒരു അവസാന പരീക്ഷണം. അവസാനത്തെ ശ്രമം എന്ന് പറയണ്ട. അവരിനി ശ്രമിക്കും, ശ്രമിച്ചുകൊണ്ടേയിരിക്കും. അത് വേണം, നമുക്ക് വളരണ്ടേ. ഇനി അവിടെ വയ്യേണ്ട കാര്യമില്ല. വരാൻ പറയും. ഒരു ട്രാഫിക് ബ്ലോക്ക് കൊണ്ടും ചരിത്രം മാറ്റി എഴുതപ്പെടാറുണ്ട്. ഓക്കെ. യെസ്. ഹലോ, സോഫി ഇറങ്ങിയില്ലേ? അത് അച്ഛൻ ഇതുവരെ വന്നില്ല ആദർശ്. KRP സാറിനെ കൂട്ടിയിട്ട് വരാന്ന് പറഞ്ഞ് ഇറങ്ങിയത്. എങ്ങോട്ട്? സാർ ഇവിടെ ഉണ്ട്. ഈ ഒരു ദിവസം ഒന്ന് ശ്രദ്ധിക്കാമായിരുന്നില്ല സോഫിക്ക്? അവരുണ്ടാക്കുന്ന അപകടങ്ങളും നമ്മുടെ അബദ്ധങ്ങളും കൂടിയാൽ പിന്നെ എന്താ സംഭവിക്കാന്നറിയോ? അച്ഛൻ ഇപ്പൊ വരൂ ആദർശ്, ഞങ്ങൾ പെട്ടെന്ന് അങ്ങ് എത്താം. അങ്കിൾ ഇനി നേരെ ഇങ്ങോട്ടാവും എത്തുക. നിങ്ങൾ പുറപ്പെട്ടോ, വൈകണ്ട. സർ, ഒരു മിനിറ്റ്. അങ്കിള് സാറിനെ തിരക്കി ഇറങ്ങിയെന്ന് രാവിലെ. എവിടേക്ക്? ഞാൻ ഔട്ട് ഓഫ് സ്റ്റേഷൻ ആണെന്ന് എനിക്കറിയാമല്ലോ. എനിക്കറിയില്ല. കാട്ടുതീ കെടുത്തി കഴിഞ്ഞിറങ്ങുമ്പോഴാ കൂടെയുള്ള ഉടുമുണ്ടിന് തീ വെക്കുന്നത്. താൻ ടെൻഷൻ ആവണ്ടോ. ഇപ്പൊ ഇവിടുത്തെ കാര്യങ്ങൾ നടക്കട്ടെ. വാ. അതെ, ഞാൻ ഓഫീസിൽ തന്നെയാ. സ്റ്റാഫ് എല്ലാം ഉണ്ട്. വിശേഷിച്ചാരും എത്തിയിട്ടില്ല. ചുറ്റുപാടുകളൊക്കെ നോക്കട്ടെ, ഞാൻ വിളിച്ചോളാം. എന്താ സർ? ഗംഗ എന്താ ഇവിടേക്ക് നീങ്ങിക്കുന്നത്? ഒന്നുമില്ല സർ, ഫോൺ ചെയ്യാൻ. താൻ ഇവിടുത്തെ സെലക്ടഡ് സ്റ്റാഫാണ്. ഫോൺ ചെയ്യാൻ വേണ്ടി മാറിയേക്കേണ്ട ആവശ്യമൊന്നുമില്ല. ചുറ്റുപാടുകൾ, ദാറ്റ് മീൻസ് ഇവിടുത്തെ ചുറ്റുപാടുകൾ. അങ്ങനെ അന്വേഷിക്കാൻ ആരാ വിളിച്ചത്? എന്റെ മാനസപുത്രി. ഇവിടുത്തെ ചുറ്റുപാടുകൾ. അങ്ങനെ അന്വേഷിക്കാൻ ആരാ വിളിച്ചത്? വീട്ടിൽ നിന്ന് അച്ഛനാ. സുഖമില്ലാത്തോണ്ട് വരാൻ പറ്റിയില്ല അച്ഛന്. ഇഫ് യു ഡോണ്ട് മൈൻഡ്, തന്റെ ഫോണും തന്നെ. എന്താ സർ? നത്തിങ്. ഐ എം സോറി. സർ, എന്താ സർ ഒരു സംശയം പോലെ? സംശയമാണ്. ഇന്നത്തെ ഈ ഒരു ദിവസം എത്ര അടുത്തവരെയും ഏത് പൊസിഷനിൽ നിൽക്കുന്നവരെയും ഇങ്ങനെ കാണാൻ എനിക്ക് പറ്റൂ. അച്ഛൻ KRP സാറിന്റെ അടുത്ത് പോയില്ലേ? പിന്നെ എന്തിനാ അങ്ങനെ പറഞ്ഞത്? ചേച്ചി, തോബിയാസോ ഗ്ലോറിയോ അപകടപ്പെടുത്താൻ വായോന്ന് പറഞ്ഞ് അച്ഛൻ അവര് ക്ഷണിച്ചോ? പിന്നെന്താ അങ്കിള് വരാത്തെ? അമ്മേ, ഇന്നലെ രാത്രി വേറെന്തെങ്കിലും പറഞ്ഞോ അച്ഛൻ? മുരുകൻ വരുമെന്ന് ചോദിച്ച് കുറെ നേരം
ഉദ്ഘാടന സ്ഥലത്ത് അവരെന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുമെന്ന് പേടിയുണ്ട് അച്ഛന്. മുരുകൻ ഉണ്ടെങ്കിൽ അതൊരു ധൈര്യമൊന്നും പറഞ്ഞാ തിരക്കിയിരുന്നത്. പക്ഷെ മുരുകനങ്ങൾ എവിടെയൊന്നും ഇല്ലാന്നറിയാലോ, പിന്നെ എവിടെ തിരക്കാനാ? ആദർശ് അവിടെ ടെൻഷനില്ല. നമ്മളോട് പെട്ടെന്ന് ചെല്ലാനും പറഞ്ഞു. എന്താ ചെയ്യേണ്ടതമ്മേ? അങ്കിൾ അങ്ങോട്ട് വരില്ലേ? നമുക്ക് ഇറങ്ങിയാലോ ആന്റി? അവിടെ ആളുകൾ വരുമ്പോ നമ്മൾ അവിടെ ഇല്ലാതായ കല്യാണ മണ്ഡപത്തിൽ സംഭവിച്ചതായിരിക്കും ആളുകളുടെ ഓർമ്മയിലുണ്ടാവുക. അതിനവസരം കൊടുക്കണ്ട മോളെ, നമുക്കിറങ്ങാം. നമുക്ക് പോവാമേ. ഞാൻ കണ്ണെടുക്കാതെ നോക്കി നിന്നതാ സാറേ. ഒരു ചായ ഇട്ട് കുടിക്കാൻ വേണ്ടി അകത്ത് കയറി തിരിഞ്ഞു നോക്കിയതും ആളില്ല. മതി. ഈ വൃത്തികെട്ട വിശദീകരണമല്ല ഞാൻ നിങ്ങളോട് ചോദിച്ചത്. ഗ്ലോറി ഇന്ന് പുറത്തു പോരുന്ന് നിർബന്ധമായിട്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നതല്ലേ? അമ്മേ, ഗ്ലോറി എവിടെ? എന്ത് പറഞ്ഞ അവള് പോയത്? എന്നോട് ഇന്നത്തെ ഒരു ദിവസമെങ്കിലും മകളെക്കാൾ വലുതാണ് അമ്മ എന്ന് ചിന്തിക്കാൻ പറ്റിയില്ലേ നിങ്ങൾക്ക്? ആ ഓഫീസ് ഉദ്ഘാടനത്തിൽ അവൾ എത്തിയാൽ എന്താ അവിടെ സംഭവിക്കാന്ന് അമ്മയ്ക്ക് അറിയാലോ. അവരുടെ പ്രാണനെടുക്കാൻ ചെന്നാൽ അവര് വിടില്ല അവളെ. ഞാൻ തിരയാം അവളെ. കൺമുമ്പിൽ കിട്ടിയാൽ തടയും. എന്നിട്ടും അവൾ അനുസരിച്ചില്ലെങ്കിൽ സോഫി ജയിക്കണോ ഗ്ലോറി ജയിക്കണോ എന്നുള്ള ചോദ്യമല്ല ഞാൻ എന്റെ മനസ്സിനോട് ചോദിക്കുക. സോഫി ജയിക്കാൻ വേണ്ടി ഗ്ലോറി മരിക്കണമെന്നാ. വിധിച്ചിട്ടുള്ളത് നടക്കും. അവക്ക് വിധി ഉണ്ടെങ്കിൽ ഇന്ന് കിട്ടും. കൃത്യസമയത്ത് തന്നെ കാര്യങ്ങൾ നടക്കും, അതിൽ സംശയമൊന്നും വേണ്ട. ശരി സർ. ആദർശ്, വാട്ട്സ് ഹാപ്പനിങ് ഹിയർ? സർ പ്ലീസ്. നോ നോ, ഒരു ഓഫീസ് ഉദ്ഘാടനം എന്ന് പറഞ്ഞാൽ വെറുതെ ഒരു നാണമുറിക്കലും വിളക്കൊളുത്തലും മാത്രമല്ല, നമ്മുടെ കൃത്യത വിളംബരം ചെയ്യാൻ നമുക്ക് കിട്ടുന്ന അവസരമാണത്. അഴകും ആരോഗ്യം നോക്കിയല്ല, അച്ചടക്കവും കൃത്യതയും നോക്കിയാണോ ഒരു ബിസിനസ്മാൻ അളക്കുന്നത്? സർ അവരിപ്പോ വരും. ഷട്ട് അപ്പ് യു. മുഹൂർത്തത്തിന് തൊട്ടടുത്ത നിമിഷം മാത്രം വന്നിറങ്ങാൻ അങ്ങനെ ഒരു ക്രിട്ടിക്കൽ സിറ്റുവേഷനുണ്ടോ? സർ ദേ ആർ ഓൺ ദ വേ. നോ, ഈ ഈസിനെസ് എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. ദൈവം വരട്ടെ, ഐ വിൽ ടോക്ക് ടു യു. ഹലോ തോബിയാസ്, തനിക്കറിയാൻ ഗ്ലോറി എവിടെ ഉണ്ടെന്ന്? അറിയില്ല, ഞാൻ ഒരു തവണ പറഞ്ഞില്ലേ പ്രകാശ്? അത് കള്ളമാ. ഇന്നത്തെ ദിവസം ഈ നേരത്ത് അവളെ കാണാതാവണമെങ്കിൽ അതിന്റെ പിന്നിൽ വ്യക്തമായൊരു ലക്ഷ്യമുണ്ട്. അല്ല, ഇന്നത്തെ ദിവസത്തിന് എന്താ പ്രത്യേകത? തനിക്കറിയില്ലേ? പിന്നെന്തിനാണോ ഇന്നലെ കുറെ ഗുണ്ടകളെ സോഫിയുടെ ഓഫീസിലേക്ക് പറഞ്ഞയച്ചത്? ഓ, ആ യമന അസോസിയേറ്റ്സിൽ ഇന്നലെ എന്തോ പ്രശ്നം ഉണ്ടായിന്ന് ഞാൻ അറിഞ്ഞു. പക്ഷെ അതിന് ഞാനാണ് കാരണമെന്ന് പ്രകാശ് പറയാൻ കാര്യം എന്താ? പിടിക്കപ്പെട്ടവരാരെങ്കിലും പോലീസുകാരോട് അങ്ങനെ പറഞ്ഞു? എനിക്ക് സാമാന്യ ബുദ്ധി നഷ്ടപ്പെട്ടിട്ടില്ല. ഇന്നലെ സംഭവിച്ചതിനപ്പുറം എന്തോ ഒന്ന് ഗ്ലോറിയും താനും കൂടെ പ്ലാൻ ചെയ്തിട്ടുണ്ട്.